ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട് 2026 ഇയർലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം. പൈസീസ്, നിങ്ങളുടെ ഓവറോൾ 2026 എനർജി എന്താണ്? 2026 ഓവറോൾ എനർജി നിങ്ങൾക്ക് 5 ഓഫ് സ്വേർഡ്സ് ആണ് വന്നിരിക്കണേ. അപ്പോൾ നിങ്ങളുടെ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് എനർജി പേജ് ഓഫ് വാൻഡ്സ് ആണ്. ഏപ്രിൽ, മെയ്, ജൂണിൽ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിൽ 7 ഓഫ് പെൻറ്റിക്കിൾസ്. ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ 4 ഓഫ് പെൻറ്റിക്കിൾസ്. ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ പൈസീസ്, ഇവിടെ 5 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി വന്നിരിക്കണേ. 5 ഓഫ് സോഡ്സ് ഒരു നെഗറ്റീവ് എനർജിയാണ്, കുറച്ചൊരു കോമ്പറ്റേറ്റീവ് എനർജിയാണ്. നിങ്ങൾക്ക് കുറച്ച് നിങ്ങളുടെ എനർജീനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരും 2026. ഞാൻ കാണുന്നത് കുറേ ആൾക്കാർ നിങ്ങളുടെ അഗൻസ്റ്റായി വർക്ക് ചെയ്യണോ. ഇത് നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിലാവാം, അതല്ല വെച്ചാൽ പേഴ്സണൽ ലൈഫിൽ തന്നെ കുറേ ഒരു വർക്കിൻ്റെ എനർജി ഉണ്ട്, കുറേ ഒരു നെഗറ്റീവ് എനർജി, ജലസ് ഉള്ള ആൾക്കാർ, ജലസിയുടെ എനർജി കാണാണ്ട് നിങ്ങളുടെ എനർജീനെ ഡ്രെയിൻ ചെയ്യണ ആൾക്കാരാണ് ഇവർ. അപ്പോൾ എന്താണ് ഈ 5 ഓഫ് സോഡ്സിന് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഹാങ്ഡ് മാൻ ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സും പറയുന്നത് എന്താ വെച്ചാൽ കുറേ ആൾക്കാർ നിങ്ങളുടെ അഗൻസ്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട് 2026. അപ്പോൾ നിങ്ങൾക്ക് ഏത് പേഴ്സൻ്റെ കൂടെയാണ് ശരിക്കും കോമ്പീറ്റ് ചെയ്യേണ്ടത്, ഏത് പേഴ്സൻ്റെ കൂടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി സ്പെൻഡ് ചെയ്യേണ്ടത് വെച്ചാൽ അത് സൂക്ഷിച്ചിട്ട് വേണം, നോക്കിയിട്ട് വേണം ആൾക്കാരെ ചൂസ് ചെയ്യുക. എസ്പെഷ്യലി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, നിങ്ങളുടെ കലീഗ്സ് ആവാം, ഓഫീസിൽ എല്ലാത്തിലും നിങ്ങൾക്ക് ഇൻ്റർഫിയർ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാത്തിലും നിങ്ങൾക്കൊരു മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. ചില സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് കുറച്ചൊരു ഡിസ്റ്റൻസ് വെക്കാം. അവർക്ക് എന്താ വേണ്ട വെച്ചാൽ അവർ പറഞ്ഞോട്ടെ, പക്ഷെ നിങ്ങൾക്ക് ഒരു ഡിസ്റ്റൻസ് വെച്ചാൽ നിങ്ങളുടെ മനസ്സിന് വേണ്ടിയിട്ട് അത് ഒരു നല്ല ഒരു പീസ് ഓഫ് മൈൻഡ് കൊണ്ടുവരും. ഇതിലേക്ക് നിങ്ങൾ ഇൻ്റർഫിയർ ചെയ്താൽ നിങ്ങളുടെ എനർജി അത്ര തന്നെ ഡ്രെയിൻ ആവും. അപ്പോൾ അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയണത്. കുറച്ച് സൂക്ഷിച്ചിട്ട് വേണം വേറെ ആൾക്കാരുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോൾ അവരുടെ എനർജി നെഗറ്റീവ് ആണെന്ന് വെച്ചാൽ കുറച്ചൊരു ഡിസ്റ്റൻസ് വെക്കുക. ഹാങ്ഡ് മാൻ സാക്രിഫൈസിൻ്റെ എനർജിയാണ്. അപ്പോൾ ചില സിറ്റുവേഷൻസിൽ വർക്ക് ഉണ്ടാവുമ്പോൾ പറഞ്ഞാൽ അവർക്ക് എന്താ വേണ്ട വെച്ചാൽ പറഞ്ഞോട്ടെ, അങ്ങനത്തെ ഒരു എനർജിയാണ്. നിങ്ങളതിൽ കൂടുതൽ പറയാൻ നിൽക്കണ്ട. ഓക്കെ, എന്താ വെച്ചാൽ അതിൽ നിങ്ങളുടെ തന്നെ നഷ്ടമാവും, നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആവും. 6 ഓഫ് പെൻറ്റിക്കിൾസ്, ഇവിടെ ചില സിറ്റുവേഷൻസിൽ നിങ്ങൾ കുറേ എഫേർട്ട് ഇടുന്നുണ്ട്. ഓക്കെ, ചിലവർ നിങ്ങളുടെ അഗൻസ്റ്റ് ആയിട്ടും നിങ്ങൾ അവരെ ഹാപ്പി ആക്കാൻ നോക്കണോ, നിങ്ങൾ അവരുടെ ട്രസ്റ്റ് ജയിക്കാൻ നോക്കണം, അവരെ ഒരു ഫ്രണ്ട്സ് ആവാൻ അവരുടെ കൂടെ നോക്കണോ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ നിൽക്കണ്ട. എന്താ വെച്ചാൽ ഇങ്ങനത്തെ ആൾക്കാർ നിങ്ങൾക്ക് അവരെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. 6 ഓഫ് പെൻറ്റിക്കിൾസ് ഹെൽപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾ ആക്ച്വലി കുറേ ഹെൽപ്ഫുള്ളാണ്, കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം നിങ്ങൾക്കുണ്ട്. പക്ഷേ എല്ലാവർക്കും പറഞ്ഞ എനർജി കൊടുക്കണത് നോക്കിയിട്ട് വേണം ആരെയാണ് നിങ്ങളുടെ ലൈഫിൽ വെക്കണമെന്ന്. അത് കുറച്ച് സൂക്ഷിക്കണം. എസ്പെഷ്യലി നിങ്ങളുടെ ഇത്രയും എനർജിയും എഫേർട്ടൊക്കെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇടുമ്പോൾ അത് ഒരു ബാലൻസ് വെക്കണം. ഓക്കെ, അപ്പോൾ ജാനുവരി, ഫെബ്രുവരി, മാർച്ചിൽ പേജ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി കാണാണ്ട്. പേജ് ഓഫ് വാൻഡ്സ് ഒരു പുതിയ തുടക്കമാണ്, ഒരു പുതിയ ബിഗിനിങ്. അപ്പോൾ 2026 തുടക്കം തന്നെ ഒരു നല്ലൊരു സ്റ്റാർട്ടാണ്, ഒരു നല്ലൊരു ബിഗിനിങ് ആണ് ഞാൻ കാണുന്നത്. ഇത് ഞാൻ കാണുന്നത് കുറേ ഇമ്മീഡിയറ്റ്ലി ആണ് വരാൻ പോണ ഈ ഓഫർ ഇല്ല, ഈ പുതിയ ബിഗിനിങ്, ഈ പുതിയ തുടക്കം വരണത് ഉടനെ ആയിരിക്കും വരുന്നുണ്ടാവുക. ജാനുവരിയിൽ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ഈ ഓപ്പർച്യൂണിറ്റി വരുന്നത് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകണോ വേണ്ടതെന്ന് ആ തീരുമാനം നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. ഇവിടെ ഞാനൊരു ലവ് ഓഫറും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് ട്രാവലിൻ്റെ ഓഫർ ആവാം, അതല്ല വെച്ചാൽ ഇതൊരു റിലേഷൻഷിപ്പ് ഓഫർ ആവാം. ഇവിടെ 2 എനർജീസ് കാണാണ്ട്, ഒന്ന് ഒരു ഫയർ സൈൻ്റെ എനർജിയാണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. മറ്റേത് ഒരു
എയർ സൈനാണ്, അക്വേറിയസ്, ലീബ്ര, ജെമിനി. അപ്പോൾ എന്തോ ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ഓഫർ കാണാണ്ട് ആദ്യത്തെ 3 മാസത്തിൽ. അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ, മെയ്, ജൂൺ ആകുമ്പോഴേക്കും ഇത് കുറച്ചുകൂടി ഒരു സീരിയസ് ഓഫറായിട്ട് പോണു. പറഞ്ഞാൽ ഇതൊരു ലവ് റിലേഷൻഷിപ്പാണ്, പക്ഷേ ഇവിടെ ഞാൻ കമ്മിറ്റ്മെൻറ്റും കാണുന്നുണ്ട്, ലോങ് ടേം കമ്മിറ്റ്മെൻറ്റാണ് കാണുന്നത്. ചിലവർക്ക് ഇതൊരു ജോബ് ഓഫറും ആവാം, ഒരു പുതിയ ജോലി, ഒരു പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഇല്ല എന്തോ ഒരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റിയും ആവാം. അപ്പോൾ ഈ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് ഇത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് പ്രേ ചെയ്യായിരുന്നു. അതാണ് നിങ്ങൾക്ക് ഏപ്രിൽ, മെയ്, ജൂണിൽ കിട്ടാൻ പോണത്. ഇവിടെ ആദ്യം ഞാൻ റിലേഷൻഷിപ്പും കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെയൊക്കെ ചിലവർക്ക് കുറേ ഒരു ഹാപ്പി സമയമാണ് ആദ്യത്തെ 6 months. ഇൻഫാക്റ്റ് നല്ല സമയമാണ്. നിങ്ങൾ സിംഗിളാണെന്ന് വെച്ചാൽ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു റിലേഷൻഷിപ്പും ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ ചിലവർ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു മാരേജിൻ്റെ എനർജിയും ഉണ്ട്. ഓക്കെ, ഫാമിലി നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ അവരുടെയും സമ്മതം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഞാനൊരു നല്ല ബ്യൂട്ടിഫുൾ എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ മൊത്തം ഒരു പോസിറ്റീവ് മൂവ്മെൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഞാൻ കുറച്ചൊരു പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണ എനർജി കാണുന്നുണ്ട്. അപ്പം ചില പ്രോഗ്രസ്സൊക്കെ അതിൽ ചില ഡിലേസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട മാതിരി സമയത്തായിരിക്കില്ല. ആ 3 മാസം നിങ്ങൾക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഈ 7 of Pentacles എന്താണ്? 8 of Cups. നിങ്ങൾ ആക്ച്വലി കുറേ അൺഹാപ്പി ആയിരിക്കും ഈ സിറ്റുവേഷനിൽ. വെയിറ്റ് ചെയ്യുക പറഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും അത് ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ ഞാൻ കാണുന്നത് എന്തോ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആ സിറ്റുവേഷനെ വിട്ടു പോകണോ, ആ സിറ്റുവേഷനിൽ നിങ്ങൾ ഹാപ്പി അല്ല, പക്ഷേ അത് തിരിച്ചു വരും. ഓക്കെ, ഈ സിറ്റുവേഷനിൽ ഞാനൊരു റീകൺസിലിയേഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ ഹാപ്പി അല്ലാത്തത് വെച്ചാൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പിനെ വിടാൻ നോക്കേണ്ടത് വെച്ചാൽ ആ റിലേഷൻഷിപ്പിൽ റീകൺസിലിയേഷൻ ഉണ്ടാവും. അതല്ല വെച്ചാൽ ഒരു റിലേഷൻഷിപ്പിനെ വിട്ടിട്ടായിരിക്കും നിങ്ങളൊരു പാസ്റ്റ് പേഴ്സൻ്റെ കൂടെ റീകൺസൈൽ ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ 4 of Pentacles ആണ്. അപ്പോൾ 4 of Pentacles ഞാൻ കാണുന്നത് കുറച്ചൊരു റിസർവ്ഡ് ആയ പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങൾ കൂടുതൽ സോഷ്യലൈസ് ചെയ്യണില്ല, പൈസയുടെ കാര്യത്തിലും കുറച്ച് ചിലവ് കൂടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഒരു സേവിങ് മോഡിലാണ് നിങ്ങൾ. ക്വീൻ ഓഫ് സോഡ്സ്, നിങ്ങളുടെ ലൈഫിൽ ചിലവർക്ക് ചില ആൾക്കാരെ നിങ്ങൾ കട്ട് ഓഫ് ചെയ്യണോ. ഞാനിവിടെ ഒരു ക്ലാരിറ്റിയുടെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറേ കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ട്. ഏത് പേഴ്സണാണ് നിങ്ങളുടെ ട്രൂ ഫ്രണ്ടായിട്ട്. ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ചില നെഗറ്റീവ് എനർജീസ് ഉണ്ട്. അപ്പോൾ ചിലവർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല ബൈ ദ എൻഡ് ഓഫ് ദ ഇയർ 2026 ആകുമ്പോഴേക്കും. ചിലവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിയല്ല. അങ്ങനത്തെയൊക്കെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. ചില ആൾക്കാരെ, ചില സിറ്റുവേഷൻ, ചില റിലേഷൻഷിപ്പിനൊക്കെ നിങ്ങൾ കട്ട് ഓഫ് ചെയ്യണു. 10 of Pentacles ഇവിടെ പൈസയുടെ കാര്യത്തിൽ കുറേ അബണ്ടൻസ് വരുന്നുണ്ട്. ഞാൻ കാണുന്നത് കുറേ ബിസി സമയമാണ് ലാസ്റ്റ് 3 months നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ചാലഞ്ചായിട്ട് 2026ൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്തായിരിക്കും? നിങ്ങൾക്ക് ഏറ്റവും വലിയ ചാലഞ്ച് 2026 10 of Wands ആണ്. പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്ത് ഒരു പുതിയ തുടക്കത്തിലേക്ക് പോവുക. ഞാൻ കാണുന്നത് ചില ബ്ലോക്സ് ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ ബിഗിനിങ്സ് കുറേ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. കുറേ ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യണു, ബ്ലോക്സ് ഫേസ് ചെയ്യണു, ചില തടസ്സങ്ങൾ വരണു. ഇതൊക്കെ ചില സെൽഫ് സാബോട്ടാജിങ് എനർജീസും ആവാം. നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത ബ്ലോക്സ് ആയിരിക്കും ഇത്. അതല്ല വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ചിലവർ നിങ്ങളുടെ അഗെൻസ്റ്റായിട്ട് വർക്ക് ചെയ്യണു. അപ്പോൾ അതൊക്കെ ഇവിടെ നെഗറ്റീവായിട്ട് കാണാണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് സ്റ്റാറാണ്. യൂണിവേഴ്സ് നിങ്ങളോട് ഹീൽ ചെയ്യാനാണ് പറയണത്. കുറേ ഫെയ്ത്ത് വെക്കണം. എന്താ വെച്ചാൽ നിങ്ങളുടെ ബിലീഫ്, നിങ്ങളുടെ ഫെയ്ത്ത് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ വരണം. അപ്പോൾ പോസിറ്റീവ് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. എന്താ വെച്ചാൽ അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരും. ചില ചാലഞ്ചസ് ഉണ്ടായാലും അത് ശരിയാവും എന്ന ഒരു ഫെയ്ത്ത് വെക്കണം. ഞാനിവിടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ കാണുന്നത് എസ്പെഷ്യലി കുറേ നല്ല കാര്യങ്ങൾ ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഒരു നല്ല ഒരു സെലിബ്രേഷൻ്റെ എനർജി ഉണ്ട് ഇവിടെ. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഡെഫിനറ്റ്ലി കല്യാണം കഴിക്കാൻ പോകുന്നുണ്ട് 2026. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ എന്താണ് ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് 5 of Wands ആണ്. ഓക്കെ, 5 of Wands ഒരു കോൺഫ്ലിക്റ്റിൻ്റെ എനർജിയാണ്. ഞാൻ പറഞ്ഞ മാതിരി ചിലവരുടെ കൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പും ആവാം. ഫ്രണ്ട്ഷിപ്പ് ഇല്ല ഫാമിലിയിൽ തന്നെ കുറേ വഴക്കുണ്ടാവണ ചാൻസ് ഉണ്ട്. ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണു.
പക്ഷേ പുതിയ തുടക്കമുണ്ട്, കുറേ പുതിയ ബിഗിനിങ്സ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അപ്പോൾ എന്താണ്, ട്രാവൽഡ് എനർജി ഉണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ അബ്രോഡും പോകുന്നുണ്ടാവും. ഓക്കെ, 2026. അപ്പോൾ ഏറ്റവും പോസിറ്റീവ് മന്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതാണ്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോസിറ്റീവ് മന്ത് ഒക്ടോബർ ആയിരിക്കും. ഏറ്റവും ചാലഞ്ചുള്ള മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജാനുവരിയാണ്. ഓക്കെ, അപ്പോൾ തുടക്കത്തിൽ തന്നെ ചില ചാലഞ്ചസ് ഉണ്ടാവും, പക്ഷേ ഞാൻ കാണുന്നത് നല്ല പോസിറ്റീവ്, ഓവറോൾ പോസിറ്റീവ് റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ പൈസീസ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങളുടെ പേഴ്സണൽ 2026 ഇയർലി റീഡിംഗ് ചെയ്യണം വെച്ചാൽ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.